പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്, രണ്ട് ചോദ്യങ്ങൾ. എൻ്റെ അടുത്ത് നിരന്തരമായി എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന വെബ്സൈറ്റ് ഏതാണ്? രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യക്കാർക്ക് സർവേ സൈറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? ഇന്ത്യക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സർവേ വെബ്സൈറ്റ്, നല്ലൊരു ജെന്യുവൻ വെബ്സൈറ്റ് പറഞ്ഞു തരുമോ? ഈ രണ്ട് ചോദ്യങ്ങൾ ഒറ്റ ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ്, എനിക്ക് നന്നായി പേയ്മെൻറ്റ് നടത്തുന്ന 10,000-ന് മുകളിൽ എമൗണ്ട് ഞാൻ മാസം ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഓൺലൈൻ സർവേ, അതായത് ഇതൊരു സർവേ സൈറ്റാണ്. സർവേ എന്താണെന്ന് ഞാൻ പറയാം. വെറൊരു സർവേയിൽ പങ്കെടുക്കൂ, മാസം $1000 സമ്പാദിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പരസ്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ വെറുമൊരു ഫോം പൂരിപ്പിക്കൂ, ദിവസം $100 ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് OLXലും അങ്ങനെ കുറേ അഡ്വർടൈസ്മെൻറ്റ് എടുക്കാറുണ്ട്. ഇതൊക്കെ വളരെ തട്ടിപ്പുകളാണ്. ഇന്ത്യക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അത്തരം സൈറ്റുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇൻ്റർനെറ്റിലൂടെ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്തരക്കാർക്ക്, പെട്ടെന്ന് പണക്കാരനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് പെടുന്നത്. പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ മാൽവെയറുകളിലും നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള വൈറസുകൾ ഇൻസ്റ്റാൾ ആവുകയും ഒക്കെയാണ് ഇത്തരം പരസ്യങ്ങളിൽ ചെന്ന് പെടുന്നവർക്ക് പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട അബദ്ധം. ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ സർവേ എന്ന അറിയിപ്പോടുകൂടി തന്നെ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. അതേസമയം അത്യാവശ്യം പോക്കറ്റ് മണി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ, സർവേ ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല രീതിയിൽ പേയ്മെൻറ്റ് നടത്തുന്ന ഒരു സൈറ്റ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. അത് നല്ല രീതിയിൽ പേയ്മെൻറ്റ് നടത്തുന്ന ഒരു വെബ്സൈറ്റ്, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് 10-12 കൊല്ലത്തിന് മുന്നേ തന്നെ ഞാനൊക്കെ ഈ സൈറ്റിൽ വർക്ക് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം കാശ് കിട്ടുന്നത്. നിങ്ങൾക്കും വിചാരിച്ചാൽ വളരെയധികം കാശുണ്ടാക്കാൻ പറ്റുന്ന, ഒരുപാട് സമയമെടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ഇതുകൊണ്ട് ഒരു കോടിപതിയാകാനൊന്നും പറ്റില്ല ഇത്തരം സൈറ്റുകൾ കൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്ന, നിങ്ങളുടെ ജീവിത ചെലവ് കഴിഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത. ഇനി എങ്ങനെയാണ് ഈ സർവേകൾ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും പല വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ പ്രോഡക്ട്സിനെ കുറിച്ച് അറിയുവാനൊക്കെ പുറമേ ഒരു സർവേ നടത്താറില്ല. അപ്പോൾ ഈ സർവേ ചെയ്തു കൊടുക്കുന്ന കമ്പനികളെ സമീപിക്കാറാണ് പതിവ്. അങ്ങനെയാണ് ഈ സർവേകൾ നമ്മുടെ കൈകളിലേക്ക്, അതായത് വീട്ടിലിരുന്ന് ചെയ്യുന്നവരുടെ കൈകളിലേക്ക് എത്തുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് ഇന്ത്യക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സർവേ സൈറ്റാണ് Vysense.com. നേരത്തെ അത് ClickSense എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ കണക്കിലെടുത്തുകൊണ്ട് പ്രൊഡിഗെ എന്ന് പറയുന്ന ഒരു കമ്പനി ഈയിടെ ഇത് വാങ്ങിക്കുകയുണ്ടായി. ഈ Vysense വർഷങ്ങളായി സർവേ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് വമ്പൻ ടീമുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. കോൾഫിഷ്, പീനട്ട് ലാബ്സ്, അങ്ങനെ ഒരുപാട് കമ്പനികളുമായി ടൈപ്പുള്ള ഒരു വെബ്സൈറ്റ് ആണ് Vysense. ഇത് നേരത്തെ ClickSense എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നേരത്തെ ചെയ്തവർക്ക് ഇത് ClickSense എന്നേ അറിയാവൂ. കേട്ട് കഴിഞ്ഞാൽ ഇതിൽ സർവേകളുണ്ട്, ക്യാഷ് ഓഫേഴ്സ് ഉണ്ട്, ഇതിൽ പെയ്ഡ് സർവേകളുണ്ട്, ക്യാഷ് ഓഫേഴ്സ് ഉണ്ട്, ഫിഗർ 8 ടാസ്ക് ഉണ്ട്, പിന്നെ റെഫറൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ നമുക്ക് ഇതിൽ നിന്ന് കാശുണ്ടാക്കാവുന്നതാണ്. ഞാനിതിൽ സർവേകൾ മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. കാര്യം ഇതൊരു സർവേ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ഇന്ന് നിലവിലുള്ളതിൽ പേയ്മെൻറ്റ് നൽകുന്ന, അതായത് തട്ടിപ്പല്ലാത്ത പേയ്മെൻറ്റ് നൽകുന്ന ഒരേ ഒരു സൈറ്റാണ് ഈ Vysense. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ജോയിൻ നൗ കൊടുക്കുക. ഇതാണ് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള സിമ്പിൾ ഫോർമുല. ആർക്ക് വേണമെങ്കിലും നമ്മുടെ സാധാ ഒരു വെബ്സൈറ്റിലൊക്കെ ജോയിൻ ചെയ്തതുപോലെ, 2 CAPTCHAയിലൊക്കെ ജോയിൻ ചെയ്തതുപോലെ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ജോയിൻ ചെയ്തെന്ന് നോക്കാം. ഇവിടെ മെയിൽ ID കൊടുക്കുക. ഞാൻ എൻ്റെ മെയിൽ ID കൊടുത്തു. ഇനി ഒരു പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ജോയിൻ നൗ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു എറർ കാണിക്കുകയാണ്. നിങ്ങളും ഇത് ശ്രദ്ധിക്കുക. പ്ലീസ് കറക്റ്റ് ദ പാസ്വേഡ്, ഇറ്റ്സ് ലെങ്ത് ഷുഡ് ബി 6 to 12 ക്യാരക്ടേഴ്സ്. അതായത് പാസ്വേഡ് കൊടുക്കുന്നതിൻ്റെ ലെങ്ത് 6 മുതൽ 12 ക്യാരക്ടറിനകത്ത് നിൽക്കണമെന്നാണ്. അപ്പോൾ അതിനകത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു മെസ്സേജ് ബോക്സ് കാണാൻ പറ്റും. എ വാലിഡേഷൻ ലിങ്ക് ഹാസ് ബീൻ സെൻഡ് ടു യുവർ ഇമെയിൽ അഡ്രസ്. അതായത്
ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് കൊടുത്തിരുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒരു വാലിഡേഷൻ ലിങ്ക് അവർ സെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ മെയിൽ ഐ ഡിയിലേക്ക് കയറിയിട്ട് ആ വാലിഡേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് കൺഫേം ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ മെയിൽ ബോക്സിലേക്ക് പോവാണ്. മെയിൽ ബോക്സിലേക്ക് പോയിട്ട് അവരൊരു മെയിൽ അയച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ കണ്ടോ, കൺഫേം ഇമെയിൽ അഡ്രസ്സ്. ഇവിടെ ഈ കൺഫേം ഇമെയിൽ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. കൺഫേം ഇമെയിൽ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട്, അതായത് വൈസെൻസിൻ്റെ അക്കൗണ്ട് വെരിഫൈ ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ യൂസർ ഐ ഡി, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ യൂസർ ഐ ഡി ഉണ്ട്. ഇപ്പോൾ നെയിമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ഇമെയിൽ ഐ ഡി മെമ്പർ എന്ന് തൊട്ടാണ്. ഇപ്പോൾ ഞാൻ സെപ്റ്റംബർ 26 ഞാൻ ജോയിൻ ചെയ്തത്. സെപ്റ്റംബർ 26, 2019 അഫിലിയേറ്റ് ലിങ്ക് കൊണ്ട് എൻ്റെ എമൗണ്ട് ലൈഫ് ടൈം ടോട്ടൽ ഇപ്പോൾ സർവേ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ 0 ആയിട്ടേ കാണിക്കത്തുള്ളൂ. സോ ഇങ്ങനെയാണ്, ഇത്ര സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാം. പെയ്ഡ് സർവേകളുണ്ട്, ക്യാഷ് ഓഫേഴ്സ് ഉണ്ട്, ഫിഗർ റേറ്റ് ടാസ്കുകളുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു ആഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ഈ ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബ്രൗസർ ഏതാണ്, ക്രോം ആണോ, ഫയർഫോക്സ് ആണോ, അതോ എഡ്ജ് ആണോ? മിക്കവാറും പേര് ക്രോം ആയിരിക്കും. സോ ഞാൻ ക്രോം ആണെങ്കിൽ ആ ആഡ് ഓൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ എക്സ്റ്റൻഷൻ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ ആഡ് ടു ക്രോം കൊടുക്കുക, എന്നിട്ട് ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക. എൻ്റെ വൈസെൻസ് ആഡ് ഓൺ എൻ്റെ ക്രോം ബ്രൗസറിൽ ആഡ് ആയിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാ ദിവസവും സർവേകൾ വരുന്നത് ഇതിലറിയാൻ പറ്റും. നമുക്ക് ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട്, എത്ര സർവേകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു സർവേ ഇതിൽ കിടക്കുകയാണ്, കണ്ടോ, 2 ടാസ്കുകളുണ്ട്. അപ്പം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എപ്പോഴും ലോഗിൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ സർവേ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സർവേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സർവേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്കിവിടെ സർവേ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സർവേയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും കാണുന്നത്, കംപ്ലീറ്റ് സർവേസ് ആൻഡ് ഏൺ ക്യാഷ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും സർവേകൾ കിടപ്പുണ്ട്. ഈ ഓരോ ബോക്സിനകത്ത് സർവേകൾ ഒരെണ്ണത്തിന് $0.62 എന്ന് കിടപ്പുണ്ട്, ഒന്നിന് 3.26. നിങ്ങളൊരു ഇതിൽ ഏതെങ്കിലും ഒരു സർവേ എടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ഡോളർ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ഈ ജോലികൾ നിങ്ങൾ എപ്പോൾ ചെയ്യുന്നത് അത് വീണ്ടും വീണ്ടും ഫില്ലായിക്കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും സർവേകൾ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഞാൻ പറയുന്നത്, വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ സർവേകൾ ചെയ്യണമെങ്കിൽ ഇതിനെ അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ അൺലോക്ക് സർവേ കൊടുക്കണം. ഈ അൺലോക്ക് സർവേ കൊടുത്താൽ മാത്രമേ ഇതിനകത്തുള്ള സർവേകളിൽ കയറി നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങൾ അൺലോക്ക് സർവേ കൊടുക്കുക. അൺലോക്ക് സർവേ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സർവേ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അത് അൺലോക്കായി വരികയുള്ളൂ. സോ അതിന് ഒരു മോക്ക് ടെസ്റ്റാണിത്. ഈ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സർവേകൾ കിട്ടിത്തുടങ്ങുകയുള്ളൂ. സോ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ സർവേ എങ്ങനെയാണ് ഈ അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വാട്ട് ഈസ് യുവർ ജെൻഡർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ മെയിൽ കൊടുക്കുക. നിങ്ങൾ മെയിലാണെങ്കിൽ മെയിൽ എന്ന് കൊടുക്കുക, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ. നിങ്ങളുടെ കറക്റ്റ് വയസ്സ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വയസ്സ് കൊടുത്തു. ഇനി കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം വേർ യു ബോൺ, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. ഞാനൊരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇതിലൊരിക്കലും കള്ളത്തരം കാണിക്കാൻ ശ്രമിക്കരുത്. ഈ സർവേ എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ടുള്ള, നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ കൊടുക്കാവൂ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എന്ത് തന്നെയായിരുന്നാലും ഇത് വളരെ വർഷങ്ങൾ ഒരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. നിങ്ങളുടെ തട്ടിപ്പ് നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും ഫേക്കായിട്ടൊരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ സർവേകൾ കിട്ടാതെ വരും, നിങ്ങളുടെ അക്കൗണ്ട് ബാനായി പോകും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സത്യസന്ധമായ വിവരം തന്നെ സർവേയിൽ കൊടുക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാരണവശാലും അത് മറന്നു പോകരുത്. ഇതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് കൊടുക്കുക. ഇപ്പം ഞാൻ കേരളത്തിൽ നിന്ന് ഉള്ളതായതുകൊണ്ട് ഞാൻ കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി കണ്ടിന്യൂ കൊടുക്കുക. ഇനി വാട്ട് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ യു ഹാവ് കംപ്ലീറ്റഡ്, നിങ്ങൾ എത്ര ലെവൽ വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാനൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിക്കാരനായതുകൊണ്ട് ഞാൻ മാസ്റ്റേഴ്സ് എന്ന് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, മാരീഡ് ആണെങ്കിൽ മാരീഡ്, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ. അത് നിങ്ങളുടെ സത്യസന്ധമായ വിവരം മാത്രം കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഹൗസ് ഹോൾഡ്, നിങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത്, നിങ്ങൾ റെൻറ്റഡ് വീട്ടിലാണോ അതോ നിങ്ങളുടെ സ്വന്തം വീട്ടിലാണോ എന്നുള്ളതാണ് ഈ ചോദിക്കുന്നത്. എനിക്ക്
ആപ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ കൊടുത്തിരിക്കുകയാണ്. പ്ലീസ് ചൂസ് ദ ഓപ്ഷൻസ് ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് യുവർ ഹൗസ് ഹോൾഡ്. ഞാനിതിൽ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ഓക്കെ കണ്ടിന്യൂ കൊടുത്തു. അടുത്ത് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഞാനത് കണ്ടിന്യൂ കൊടുത്തു. എംപ്ലോയ്മെൻറ്റ്, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റസ് ആണ് ചോദിക്കുന്നത്. ജോലി ഇല്ലെങ്കിൽ ജോലിയിൽ നിന്ന് കൊടുക്കുക, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് ആണെന്ന് കൊടുക്കുക, വീട്ടമ്മയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാനൊരു എംപ്ലോയിഡ് ഫുൾ ടൈം ആയതുകൊണ്ട് ഞാൻ എംപ്ലോയിഡ് ഫുൾ ടൈം എന്ന് കൊടുത്തു. നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇതിൽ ഏത് ഗണത്തിൽ പെടും എന്നാണ് ചോദിക്കുന്നത് അടുത്തത്. അപ്പോൾ ഞാനത് എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരെണ്ണം കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് വായിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും നിങ്ങൾക്ക് സർവേകൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുക. സോ ഇതിൽ നിങ്ങൾ ഒരിക്കലും പറ്റിപ്പ് കാണിക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രോബ്ലമായിട്ട് ഭാവിയിൽ മാറും. അതുകൊണ്ട് സത്യസന്ധമായ വിവരം മാത്രം കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഡു യുവർ പ്രൈമറി വർക്ക് വിത്തിൻ അറ്റ് യുവർ ഓർഗനൈസേഷൻ? എനിക്ക് ആപ്റ്റായിട്ടുള്ള കൊടുത്തു. ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ് ഈ സർവേകൾ. നമ്മൾക്ക് ഇഷ്ടമുള്ളത്, നമ്മൾ PSCക്കൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കമ്പ്യൂട്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്യാറില്ലേ, അതുപോലെ നമുക്ക് ആപ്റ്റായിട്ടുള്ളത് നമ്മൾ കൊടുത്ത് പെട്ടെന്ന് മുന്നേറിയാൽ പെട്ടെന്ന് ചെയ്തങ്ങ് പോകാവുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് പോകേണ്ടത്. ഇതുപോലെ ഒരു 10-20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യനുകളെല്ലാം ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ സർവേ ഇവിടെ അൺലോക്കായി കിട്ടുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് ഈ ഓരോ സർവേകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും, ഓരോ പ്രോഡക്ട്സിനെ കുറിച്ചും അങ്ങനെയൊക്കെ. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാഷ് ഔട്ട് കൊടുത്ത് നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. പേയ്പാൽ വഴി നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. പേയ്പാലുണ്ട്, സ്ക്രില്ലുണ്ട്, സ്റ്റീമുണ്ട്, റിവാർഡ് ലിങ്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ഒരു ഓപ്ഷനുണ്ട്. പേയ്പാലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പേയ്പാലിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഞാൻ വിഡ്രോയൽ പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ വളരെയധികം നഷ്ടമാണ് നിങ്ങൾക്ക്. തീർച്ചയായും സർവേ സൈറ്റുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, അതായത് ജെന്യൂൻ ആയിട്ടുള്ള ഒരേ ഒരു സൈറ്റ് ഈ വൈസെൻസ് ആണ്. ഇന്ത്യക്കാർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു സൈറ്റ് ഈ വൈസെൻസ് ആണ്. ബാക്കി ചതിക്കുഴികൾ പെടാതിരിക്കുക. വൈസെൻസിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ 2 ക്യാപ്ചയിൽ ഞാൻ കൊടുത്തിരുന്ന പോലെ തന്നെ ഇതിൻ്റെ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്പം തന്നെ ഡൗട്ടിന് ക്ലാരിഫൈ ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഇതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ഡൗട്ട് ദൂരീകരിക്കുന്നതാണ്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.